ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാങ്കന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ LPS GNM ആൻഡ് ANMൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾക്കപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായി തന്നെ ലോഗിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് ഏത് കോഴ്സിനാണ് അഡ്മിഷൻ ലഭിച്ചതെന്നും ഒക്കെ തന്നെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് വീഡിയോസൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളൊക്കെ തന്നെ ആദ്യം തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് ഇവർ തന്നിട്ടുണ്ട്. അതായത് ഒക്ടോബർ 22 മുന്നേ തന്നെ നിങ്ങളെല്ലാവരും തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടോക്കൺ ഫീസ് അടയ്ക്കാവുന്നതാണ്. നിങ്ങൾ ഓൺലൈനായിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 2 or 3 ഹവേഴ്സിനുള്ളിൽ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ ഓഫ്ലൈനായിട്ട് ഫെഡറൽ ബാങ്ക് ചെല്ലാൻ വഴിയാണ് അടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 24 ഹവേഴ്സിനുള്ളിലായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ 23 ഒക്ടോബർ, അതായത് ഒക്ടോബർ 23 മുന്നേ തന്നെ നിങ്ങൾ കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ആ ഒരു കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ടോക്കൺ ഫീസ് ഒക്ടോബർ 22 തന്നെ അടയ്ക്കാനായിട്ടും അതേപോലെ തന്നെ ആ കിട്ടിയ അലോട്ട്മെൻറ്റ് മെമ്മോയും അതേപോലെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുമായിട്ട് നിങ്ങൾ കറക്റ്റ് ഒക്ടോബർ 23 മുന്നേ തന്നെ അഡ്മിഷൻ പോയിട്ട് എടുക്കേണ്ടതാണ്. ആ ഒരു കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ കോളേജ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വാക്സിനേഷൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതിയാകും. അവർ എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കറക്റ്റ് ഡേറ്റിനുള്ളിൽ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കുകയും അതേപോലെ തന്നെ കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ടോക്കൺ ഫീസ് എത്രയാണെന്ന് ചില കുട്ടികൾക്ക് ഡൗട്ട് വരും. അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് ടോക്കൺ ഫീസായിട്ട് വരുന്നത് ഏകദേശം 5000 താഴെ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൻ്റെ ഫുൾ ഫീസും കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും തന്നെ ഫസ്റ്റ് ഇയറിലെ ഫീസ് റെഡിയാക്കി വെക്കുക. അതേപോലെ തന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ തന്നെ ഫീ കൺസെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് നോക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് അവിടെ ആർക്കൊക്കെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിച്ചതെന്നും അതേപോലെ തന്നെ എത്ര ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡൻസിനാണ് കിട്ടിയിട്ടുള്ളതെന്നും ഏത് കാറ്റഗറിക്കാണ് കിട്ടിയിട്ടുള്ളതും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് എടുത്ത് നോക്കാവുന്നതാണ്. അവിടെ കോഴ്സ് കോളേജൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ടിക്ക് മാർക്കിൽ കൊടുത്തിരിക്കുന്നത് അവിടെ ആ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു എന്നതാണ്. എന്നാൽ ഇൻറ്റു മാർക്കിൽ കാണിച്ചിരിക്കുന്നത് അവിടെ വേക്കൻറ്റ് സീറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നോക്കുക. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ കുട്ടികളും തന്നെ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യണമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഈ ഒരു സീറ്റ് ക്യാൻസലായി പോവുകയും നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്സിലൊന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഇങ്ങനെ പറയാനായിട്ട് ഉള്ള കാരണം. ഇപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ക്യാൻസലായി പോവുകയും അതേപോലെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൽ നമുക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. അതായത് 6th അലോട്ട്മെൻറ്റ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ തന്നെ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് 6th അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവർക്കിനിയും ഉള്ള അലോട്ട്മെൻറ്റ്സിലൊന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവരും തന്നെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഞാൻ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഏത് വീഡിയോ ആണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.